പലസ്തീനിൽ വെടിനിർത്തൽ സാധ്യത തെളിയുന്നു. ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ ഇസ്രായേൽ മന്ത്രിസഭ ഇന്ന് യോഗം ചേർന്നു. ഉടൻ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിക്കാമെന്ന് ഇസ്രായേൽ അമേരിക്കയെ അറിയിച്ചതായാണ് സൂചന. ചില വിഷയങ്ങൾ പരിഹരിക്കപ്പെടാനുണ്ടെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാർ അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ നേരത്തെ അറിയിച്ചിരുന്നു. അതേസമയം ലെബനനിൽ ഇപ്പോഴും ഇസ്രായേൽ ആക്രമണങ്ങൾ തുടരുകയാണ്. ഇതിനിടെ മിഡിൽ ഈസ്റ്റിലെ സംഭവവികാസങ്ങളെ സംബന്ധിച്ച് UAE വിദേശകാര്യമന്ത്രിയും US സ്റ്റേറ്റ് സെക്രട്ടറിയും തമ്മിൽ ഇന്ന് ടെലിഫോണിൽ ചർച്ച നടത്തിയതായും UAEയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ വാം റിപ്പോർട്ട് ചെയ്യുന്നു. UAEയിൽ വരുന്ന ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യത. ആകാശം മേഘാവൃതമായിരിക്കും. അബുദാബിയുടെ ചില ഭാഗങ്ങളിൽ നാളെ രാത്രിയോടെ മഴ പെയ്യുമെന്നാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. മറ്റന്നാൾ രാവിലെ മുതൽ ദുബായ്, ഷാർജ, അജ്മാൻ, ഉമ്മുൽ ഖുവൈൻ, റാസൽ ഖൈമ എന്നിവിടങ്ങളിലെ തീരപ്രദേശങ്ങളിലേക്കും മഴ വ്യാപിക്കുമെന്നാണ് സൂചന. UAE ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ഇനി അമേരിക്കയിലും വാഹനമോടിക്കാം. US ടെക്സസിലാണ് UAE ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് വാഹനമോടിക്കാൻ അനുമതി നൽകുന്നത്. ഇത് സംബന്ധിച്ച് UAEയുടെ ആഭ്യന്തര മന്ത്രാലയവും ടെക്സസിന്റെ പൊതു സുരക്ഷാ വകുപ്പും തമ്മിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കും. നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ ടെക്സസിൽ എത്തുന്നവർക്ക് അവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കാതെ തന്നെ ലൈസൻസ് ലഭ്യമാകും. പ്രവാസികളുടെ മികച്ച ലക്ഷ്യസ്ഥാനങ്ങളിൽ റാസൽ ഖൈമയ്ക്ക് 1ാം സ്ഥാനം. ആഗോള പ്രവാസി ശൃംഖലയായ ഇന്റർനാഷണൽസ് നടത്തിയ സർവേയിലാണ് പ്രവാസികൾക്ക് ജീവിക്കാനും ജോലി ചെയ്യാനും പഠിക്കാനും അനുയോജ്യമായ ഏറ്റവും നല്ല ലക്ഷ്യസ്ഥാനമായി റാസൽ ഖൈമ തിരഞ്ഞെടുക്കപ്പെട്ടത്. എളുപ്പത്തിൽ വിസ കിട്ടുന്നതിനുള്ള സാധ്യത, മിതമായ വാടക, ഡിജിറ്റൽ സാങ്കേതികവിദ്യയിലെ മികവ്, പ്രാദേശിക ഭാഷ അറിയാത്തവർക്കും സുഖകരമായി ജീവിക്കാനുള്ള അവസരം എന്നിവയാണ് സർവേയിൽ റാസൽ ഖൈമയ്ക്ക് നേട്ടമായത്. 53 നഗരങ്ങളിൽ നടത്തിയ സർവേയിലാണ് റാസൽ ഖൈമയ്ക്ക് 1ാം സ്ഥാനം ലഭിച്ചത്. 14ാമത് പായക്കപ്പൽ മേളയ്ക്ക് നാളെ ഖത്തറിൽ തുടക്കമാകും. ഖത്താറ കൾച്ചറൽ വില്ലേജിൽ നടക്കുന്ന മേളയിൽ ഇത്തവണ ഇന്ത്യയും പങ്കാളികളാകുന്നുണ്ട്. പരമ്പരാഗത പായക്കപ്പലുകളുടെ പ്രദർശനവും സമുദ്രയാത്രയിലെ പാരമ്പര്യ പെരുമയും വ്യക്തമാക്കുന്ന മേളയിൽ നിരവധി വിനോദ പരിപാടികളും അരങ്ങേറുമെന്ന് സംഘാടകർ അറിയിച്ചു. ദുബായിൽ നിന്നും ഗ്ലോബൽ വില്ലേജിലേക്ക് പോകുന്നവർക്ക് പുതിയ ബസ് റൂട്ട്. പുതുതായി ആരംഭിക്കുന്ന റൂട്ട് 108 ബസ്സാണ് ദുബായ് സത്വയിൽ നിന്നും ഗ്ലോബൽ വില്ലേജിലേക്ക് സർവീസ് നടത്തുന്നത്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങൾക്ക് പുറമെ പൊതു അവധി ദിനങ്ങളിലും ഈ റൂട്ടിൽ സർവീസ് നടത്തുമെന്നാണ് RTA അറിയിച്ചത്. സർവീസ് സമയം ഉച്ചയ്ക്ക് 2 മുതൽ അടുത്ത ദിവസം പുലർച്ചെ 1 വരെയാണ്. 1 മണിക്കൂർ ഇടവിട്ടാണ് സർവീസ് നടത്തുന്നത്. ഇതുകൂടാതെ യൂണിയൻ ബസ് സ്റ്റേഷനിൽ നിന്നും അൽഖലി സ്ട്രീറ്റ്, നായ് സ്ട്രീറ്റ് വഴി അൾട്രാസ് മെട്രോ സ്റ്റേഷനിലേക്കുള്ള റൂട്ട് F63, മിറ കമ്മ്യൂണിറ്റിക്കും ദുബായ് സ്റ്റുഡിയോ സിറ്റിക്കും ഇടയിൽ നെഷാമ ടൗൺ ഹൗസുകളിലൂടെ കടന്നുപോകുന്ന ബസ് സർവീസും ആരംഭിക്കുമെന്ന് RTA അറിയിച്ചു. പുതിയ റൂട്ടുകളിൽ വരുന്ന വെള്ളിയാഴ്ച മുതൽ സർവീസ് ആരംഭിക്കും.